അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ പടച്ച റബ്ബേ, അല്ലാ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അതും ഒരു 10-17 വയസ്സുള്ള പെൺകുട്ടിയുടെ കാര്യമൊക്കെ ഇനി ഞാൻ നോക്കണമെന്നോ? ഓഹ്, എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും കിട്ടി. ഇനിയിപ്പോൾ അവളെ കൊണ്ട് നടക്കണമെന്നോ? ഉസ്താദിന് ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സുലേഖ, അതെ, ആ ഫിലിപ്പൈൻസ് പെണ്ണ് പോകുകയാണ്. അവരെ ഇതുവരെ കൊണ്ടു നടന്നിരുന്നത് അവരാണത്രേ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ റബ്ബേ, പഠിച്ചോനെ, നീ കാക്ക് അല്ലാ. ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അന്ന് തന്നെ അതാ ഷെഫി ഉസ്താദ് ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നില്ലല്ലോ. റബ്ബേ, എന്തു പറ്റി? പാവം, എൻ്റെ ഉമ്മാൻ്റെ ഫോണിൽ ചാർജ് നിൽക്കണില്ലേ? അറിയുന്നില്ല. നല്ലൊരു ഫോൺ കൊടുത്തത് അത് ഓളങ്ങ് സ്വന്തമാക്കി. ഇനിയിപ്പോൾ ഓളുടെ ഇഷ്ടത്തിന് ഇനി ഞാനായിട്ടൊന്നും പറയണില്ല. മനസ്സിനുള്ളിൽ വല്ലാത്ത വേദന ഉണ്ട്. സാരല്ല, എൻ്റെ ഉമ്മാക്ക് വേറെ ഫോൺ ഞാൻ കൊടുത്തയച്ചുകൊണ്ട് ആ ഒന്നും എനിക്ക് വിഷയമില്ല. എന്തൊക്കെ തന്നെയാലും ഇത് അറബ് നാടല്ലേ. ഇവിടെ ആകുമ്പോൾ പിന്നെ കുറച്ച് ക്യാഷൊക്കെ എന്തായാലും എൻ്റെ അർബാവ് തരും. പിന്നെ എനിക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നെ കിട്ടും. പഠിച്ചവനെ, അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പ്രയാസമില്ല. ഉമ്മ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഓൾഡ് ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഷെഫി ഉസ്താദ് തൻ്റെ വൈഫിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ പെട്ടെന്ന് തന്നെ റിങ് ചെയ്തു. പക്ഷേ അവളും എടുക്കുന്നില്ല. ഇതെന്ത് പറ്റി? ഓ, ഇനിയിപ്പോൾ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സാരല്ല. ഉസ്താദ് വീണ്ടും വിളിച്ചു അവളുടെ ഫോണിലേക്ക്. പെട്ടെന്ന് മറുതലക്കൽ നിന്ന് ഒരു ശബ്ദം. ഹലോ. ആ, സീനത്തെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലക്ക, ക്യാഷ് വന്നിട്ടില്ലല്ലോ. അതിനയക്ക, അത് നാളെ മറ്റന്നാളൊക്കെ. പിന്നെ എവിടെ ഉമ്മാൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഉമ്മ എന്താ ഫോണ് നോക്കണമൊന്നുമില്ല. ഉമ്മ ഫോണ് ചാർജ് കഴിഞ്ഞിരിക്കുക. എന്താവോ ഉമ്മാൻ്റെ അവന് കഴിയില്ലല്ലോ. ഉമ്മ വേഗം കുത്തി വെക്കലോ. ഒന്ന് പോയി നോക്ക് നീയേ. അല്ലേ ഒന്ന് ഫോൺ കൊടുത്തേ. അവൾ നേരെ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക്. ഉമ്മ എന്തിപ്പോൾ ഇങ്ങനെ കിടക്കണ നിങ്ങൾ? രാവിലെ എന്തൊക്കെയോ പണി കഴിച്ചാളാണ്. അതൊന്നിപ്പോൾ നിങ്ങൾ നോക്കിയിട്ടില്ലേ? സാധാരണത്തെ രീതിയിൽ രാവിലെ എണീറ്റ് ചായയും കടിയും ചോറും കറിയും എല്ലാം വെച്ച് വെക്കുന്ന ഉമ്മ അന്ന് എഴുന്നേറ്റിട്ടില്ല. ഏയ്, എന്താ ഉമ്മ നിങ്ങളിങ്ങനെ? എന്താ എണീക്കാത്തത്? പാവം. ഹലോ, എന്താ ഉമ്മ, എന്തു പറ്റി? ഉമ്മാക്കെന്ന് വിളിച്ചു കൊണ്ടിട്ട് നോക്ക്. ഉസ്താദിന് സമാധാനം നഷ്ടപ്പെട്ടു. ഉമ്മ, ഓ, പനിയോ? പനിയാണ് ഇങ്ങനെ കിടക്കല? വേണേറ്റ് ഗുളി കുടിക്കണല്ലേ? പനിയാണ് ഇങ്ങനെ കിടന്നിട്ടും അസുഖം മാറുമോ? ഓ, എന്താന്നില്ലേ? സത്യം പറഞ്ഞ ഷെഫി ഉസ്താദ് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. എൻ്റെ ഉമ്മാക്ക് എന്ത് പറ്റി? പാവം, വെറുതെ അല്ല. ഫോണ് പോലും ചാർജ് കഴിഞ്ഞ് കിടക്കുക, അതുപോലും നോക്കിയിട്ടില്ല. എടി, വയ്യായിട്ടല്ലേ? പാവല്ലേ എൻ്റെ ഉമ്മ. ഈ ഉമ്മാനെ നോക്കണം കേട്ടോ. ഓ, തുടങ്ങി കരച്ചില്ലേ? ഉമ്മ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്ത് ഇത്രമാത്രം വേദനിക്കാൻ? പനിക്കുള്ള ഗുളികാണ്ട് കൊടുക്കട്ടെ ഞാൻ, അപ്പാണ് മാറിക്കോളൂ. എടി, ഒന്നും വെറും വയറ്റിലൊന്നും കൊടുക്കല്ലേ. എന്തെങ്കിലും ഭക്ഷണം, കുറച്ച് കഞ്ഞെങ്കിലും വെച്ച് കൊടുക്ക്. ഓ, കഞ്ഞി രാവിലത്തെ ചായയും കടിയും വരെ ഉണ്ടാക്കിക്കണ പോയോക്കട്ടെ. അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. കണ്ടില്ല, ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. തലേന്നത്തെ പാത്രം വരെ കുറേ മോറാണ്ട്. എടി, നീ അല്ലതൊക്കെ ചെയ്യേണ്ടത്. എന്തിനാ നീ ഉമ്മാനെ? ചെല്ലുമ്മ, കുറച്ച് കഞ്ഞെങ്കിലും വെച്ച് കൊടുക്ക്. ഓ, കൊടുക്ക, നിങ്ങൾ ഇടങ്ങാറാവില്ലേ? അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അപ്പം എനിക്ക് അടുക്കളയിൽ കയറുന്ന ഇഷ്ടമല്ല, എനിക്ക് ഈ കിച്ചൺ പണിയും കാര്യങ്ങളൊന്നും. അവൾ പെട്ടെന്ന് തന്നെ ഒരു കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ അരിയും വെള്ളമൊഴിച്ച് പെട്ടെന്ന് കഞ്ഞി വെക്കുകയാണ്. ഉമ്മാക്കാണെങ്കിൽ ഇഷ്ടമേ ഇല്ല കുക്കറിലെ ചോറും കഞ്ഞിയൊന്നും. ഉമ്മാക്ക് ആ ഒരു മൺകലത്തിൽ വിറകടുപ്പത്ത് ഉമ്മ എന്നും ചോറ് വെക്കും. അതാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. വല്ലാത്തൊരു പുതുമ, പഠിച്ചോനെ. അവൾ വിസിലിട്ട് അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുക്കർ വിസിലടിക്കുന്നു. ഓ, ആയി, കഞ്ഞിയായി. ഇത്ര ഉള്ളു പരിപാടി. ഓ, ഇതാകെ വേവേറിപ്പോയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാരല്ല. അവൾ വേഗം കുറച്ച് കഞ്ഞിയെടുത്തു പാത്രത്തിലാക്കി ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, കഞ്ഞി അവിടെ അടുക്കളയിൽ എടുത്ത് വെച്ചിക്കണേ, വന്ന് കുടിച്ചോളി. ഇനിയിപ്പോൾ വെച്ചോം പോരാ, നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുന്നേരും വേണോ? കൊടുന്നേരും വേണോ? മോളെ, എൻ്റെ കയ്യും കാലൊക്കെ വിറക്കണടി.
എണീറ്റ് നീക്കാണ്ട് കഞ്ഞി കുടിച്ചോളൂ. ഇതാ പാരസെറ്റാമോൾ ഗുളിക 650 ഗുളികനാണ് കുടിച്ചോളൂ, വേഗം മാറട്ടെ. ഒരു വിധത്തിലൊന്നും ഉമ്മ ഗുളികയൊന്നും കുടിക്കാറില്ല, ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഒരു പനി വന്നാൽ തന്നെ ഉമ്മ വേഗം ചെറുനാരങ്ങയും തുളസിനീരും അല്ലെങ്കിൽ തേനും എല്ലാം കൂട്ടി കുടിച്ചാൽ തന്നെ ഉമ്മക്ക് അത് ഷിഫയാവുകയും ചെയ്യും. അതങ്ങനെ ശീലമായിപ്പോയി. ഒരുപാട് മെഡിസിനും കാര്യങ്ങളും കുടിക്കാത്ത ആളാണ് ഉമ്മ. ആ വലിയ ഗുളിക ഉമ്മയുടെ നേരെ നീട്ടി. അതേ, നിങ്ങൾ കഞ്ഞി കുടിക്കണില്ലേ, വേണ്ടേ ഗുളികയാണ് കുടിച്ചുകൂടെ. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അവൾ കൊണ്ടുവരുന്നുണ്ട്. ഉമ്മാക്ക് അത് ഭയങ്കരമായി തണുപ്പ് തോന്നി. മോളെ, ഇത് ഭയങ്കര തണുപ്പ്, കുറച്ച് ചൂടുവെള്ളം തരുമോ, തൊണ്ടക്കാകെ. ഓ വേണ്ട കുടിച്ചാണ് നിങ്ങൾ. എന്താ അത്, കഞ്ഞിയൊക്കെ ഞാൻ വെച്ചേക്കണ്, അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചിട്ട് കുടിച്ചോളി. നിങ്ങളെ മോൻ വിളിച്ച് പറഞ്ഞേക്കണ് വേഗം കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ഗുളിക കൊടുക്കാൻ. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. കാരണം മറ്റൊന്നുമല്ല, റബ്ബേ, ഇന്നലെ വരെ ഞാൻ രാവിലത്തെ ചോറും കറിയും കൂട്ടാനും ചായയും കടിയും എല്ലാം ഒരുക്കി എല്ലാ പണികളും തീർത്തിട്ടാണ് ഞാൻ ഒരു ഭാഗത്ത് ഇരിക്കാറില്ല. ഓരോ പണി എടുത്തുകൊണ്ടിരിക്കും. ദിക്റും സലാത്തും നിസ്കാരവും ഒക്കെ അതിനുള്ളിലൂടെ കഴിയും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തടികൊണ്ട് വയ്യല്ല റബ്ബേ. ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട മോനുണ്ടെങ്കിൽ ഒരു പക്ഷേ തന്നെ താങ്ങി പിടിച്ച് കുറച്ച് കഞ്ഞിയൊക്കെ തന്ന് അങ്ങനെ തരുമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പനിച്ച് കിടന്നപ്പോൾ എൻ്റെ മോനായിരുന്നു മദ്രസ പോലും ലീവാക്കി എന്നെ നോക്കിയിരുന്നത്. അതൊന്നും ഉമ്മാക്ക് മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തീരെ കഴിയുന്നില്ല. അള്ളാഹുവേ റഹ്മാനെ, ശരീരത്തിന് തടിക്ക് സുഖമില്ലെങ്കിൽ റഹ്മാനെ നീ ഇടല്ല റഹ്മാനെ, അങ്ങോട്ട് കൊണ്ടുപോയിക്കോ റഹ്മാനെ. ജീവിക്കുകയാണെങ്കിൽ ആരോഗ്യം വേണം. ഒരാളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരാളുടെ കീഴിൽ ജീവിക്കാൻ റബ്ബേ എനിക്ക് നീ അതിനുള്ള വിധി നൽകല്ലേ പഠിച്ചോനെ. ഒരാൾക്കും എന്നെക്കൊണ്ട് ബുദ്ധിമുട്ട് വരല്ലേ അല്ല. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്നു. അതെ, നിങ്ങൾ ഗുളിക കുടിക്കണ്ട, കഞ്ഞി കുടിക്കണ്ട. വീണ്ടും മരുമകളുടെ ആ ഒരു വാക്കുകൾ ഒന്ന് ദയോടെ, ഉമ്മ ഇത് കുടിച്ചോളി, എന്തെങ്കിലും ഒരു സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു വാക്ക് മതി. ഫോണാണെങ്കിൽ അതാ സ്വിച്ച് ഓഫായി കിടക്കുകയാണ്. കുത്തിവെക്കാൻ പോലും എണീക്കാൻ കഴിയുന്നില്ല. റബ്ബേ, എൻ്റെ നിസ്കാരം പോകുന്നത് ഉമ്മാക്ക് വലിയ വേദനയാണ്. തഹജ്ജുദിന് വരെ എണീക്കാൻ കഴിഞ്ഞില്ല. സുബഹി എങ്ങനെയൊക്കെയോ പഠിച്ചോനെ നിയത്ത് ചെയ്തുകൊണ്ട് അങ്ങ് നിസ്കരിച്ചു. ഇനി റഹ്മാനെ അതെല്ലാം വീട്ടണം, എനിക്ക് കഴിയുന്നില്ല. കിടക്കപ്പായിൽ നിന്ന് ഒന്ന് എണീക്കാൻ പോലും അനങ്ങുവാൻ പോലും കഴിയുന്നില്ല. ഇനി വേറെ വല്ല അസുഖം എന്തേ ഉണ്ടോ ആവോ, എനിക്കറിയില്ല പഠിച്ചോനെ. ആ ഉമ്മ കണ്ണീർ വാർക്കുന്നു. എണീക്കാൻ പോലും കഴിയുന്നില്ല. പതുക്കെ അവർ അതാ കൈകുത്തി എഴുന്നേൽക്കുന്നു. അല്ലാ പഠിച്ചോനെ, ഈ കാക്കല്ല റഹ്മാനെ, എനിക്ക് കഴിയുന്നില്ല പഠിച്ചോനെ. ഉമ്മ എഴുന്നേറ്റിരിക്കാൻ നോക്കി, പക്ഷേ കഴിയുന്നില്ല. വീണ്ടും ആ ഒരു കിടക്കപ്പായിലേക്ക് തന്നെ ഉമ്മ വീഴുകയാണ്. അതേ, നിങ്ങൾക്ക് ഗുളിക വേണോ വേണ്ടേ? വേണേ അത് കുടിച്ചാണി വന്നു കാണ്ട്. എന്താ അപ്പം ഇത് നിങ്ങളിങ്ങനെ അഭിനയിക്കണേ പഠിച്ചോനെ. അഭിനയിക്ക്, ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ അനുഭവിച്ചിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം റഹ്മാനെ, പണിയെല്ലാം ചെയ്തുകൊണ്ട്. എൻ്റെ കുട്ടി എൻ്റെ കുട്ടിക്ക് നീ ഹൈർ നൽകണേ. അപ്പോഴും അതായിരുന്നു ഉമ്മ ദുആ ചെയ്തിരുന്നത്. വീണ്ടും അത് ഷെഫി ഉസ്താദ് വിളിക്കുന്നു അവളുടെ ഫോണിലേക്ക്. എടി, ആ ഉമ്മാൻ്റെ ഫോണൊന്ന് കുത്തി വെച്ചുകൂടെ നിനക്ക്? എന്തിനെ? ജീവമില്ലാതെ അവിടെ കെടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ കുത്തി വെച്ച് കണ്ട് എന്താ കാട്ടേണ്ടത്? ഞാൻ അതിലും വർത്താനം പറയേ. എന്താ ഞാൻ എല്ലാം കൂടി ഇത് കാട്ടും? എനിക്ക് പഠിക്കാനുള്ളത് കുറേ, വീട്ടിലത്തെ പണി, ഉമ്മാനെ നോക്കലൊന്നും നടക്കൂല കേട്ടോ. ഞാനവിടെ പോവും. സീനത്തെ, ഈ എന്താടി പറയുന്നത്? അന്ന് ഇത്ര ദിവസം ഉമ്മ എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാലേ ഒക്കെ എല്ലാം കൂടെ ഒന്നും കഴിയൊന്നുമില്ല. ഇവിടെ പണിക്കൊരാളെ നിർത്തേണ്ടി വരും. അതിന് മാത്രം പണി ഇപ്പം എന്താ ചെറിയ വീട്ടിൽ? അടിച്ചൊരു തുടക്കലും പാത്രം മോറലും മിറ്റടിച്ചലും വെച്ചുണ്ടാക്കലും ഉമ്മാനെ നോക്കലും എല്ലാം കൂടി നോക്കാൻ ഞാൻ എന്താ ഇവിടുത്തെ വേലക്കാരത്തിയോ? എടി, ഉമ്മല്ലേ, ഉമ്മാനെ നോക്കിയാൽ കൂലിയേ കിട്ടുള്ളൂ. ഒരിക്കലും എനിക്ക് നഷ്ടമാവില്ലത്. നോക്കിക്കോ നല്ലോണം. ഉമ്മാൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം. അത് എനിക്ക് എൻ്റെ അമ്മക്ക് നോക്കിയാൽ, നിങ്ങളമ്മമാനെ നോക്കിയിട്ട് ഇപ്പം എനിക്ക് സ്വർഗം കിട്ടുമോ? എടി, എൻ്റെ പ്രാർത്ഥന എനിക്ക് ഉണ്ടാവില്ലേ? അതുപോരെ? എൻ്റെ പ്രാർത്ഥന കൊണ്ട് നീ മതിയോ? പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അത് മതി. നിങ്ങൾ പൈസ അയച്ചോളി, ഫീസ് കൊടുക്കാണ്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഉമ്മക്ക് കുറച്ച് കഞ്ഞിയും ഗുളിയൊക്കെ എടുത്ത് കൊടുക്കട്ടോ, ഞാനോട് കേണ അപേക്ഷിക്കാണ്. പാവാണ് ഉമ്മ, ഉമ്മക്ക് കഴിയൂല, അതുകൊണ്ടാണ്. പാവല്ല ഉമ്മ, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനെ നോക്കിയിരുന്നു. മനുഷ്യങ്ങളൊന്നും മിണ്ടായിരിക്കുമോ? ഓ എന്താന്നില്ലേ. അതേ, ഒന്ന് നീച്ചുകാണ്ട ഗുളിക മരുന്നൊക്കെ കുടിച്ചൂടെ? ആശുപത്രി പോണേ പോകാം, അങ്ങോട്ട് പോരി, ഗവൺമെൻറ്റിലേറ്റ പോകാം. അതിന് വേണ്ടി ഞാൻ പൈസ ചിലവാക്കാനൊന്നും ആവില്ല, എനിക്ക് തന്നെ കുറേ ഫീസും കാര്യങ്ങളൊക്കെ അടക്കാണ്ട്. ഗവൺമെൻറ് ഇവിടെ പോയി വരാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്നേ കാര്യം പറയല്ലേ, നീച്ചോളി. വീണ്ടും ഉസ്താദിൻ്റെ കോള്. സീനത്തെ, നീ ഒന്ന് ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ചെല്ലേ, ഒരു ഓട്ടോ വിളിക്കും. ഞാൻ വിളിക്കണോ? ഓട്ടോക്കാരനെ വിളിച്ച് പറയണോ? അതൊന്നും വേണ്ട, എനിക്കറിയാലോ ഇപ്പോൾ ഓട്ടോക്കാരുടെ നമ്പറൊക്കെ. അതിന് നിങ്ങളമ്മ നീച്ചെണ്ണെ കൂടെ താങ്ങാനൊന്നും കഴിയൂല കേട്ടോ. എടി ഒന്ന് വിളിച്ച് കുറച്ച് ചുടുവെള്ളമെങ്കിലും കൊടുത്ത് എൻ്റെ ഉമ്മ എണീക്കും. അതെ നോക്കി ഒന്ന് നീച്ചു നോക്കാം നിങ്ങൾ. ഉമ്മയുടെ അടുക്കലെത്തി അവൾ പറയുന്നു, തീരെ ഒരു ദയയില്ലാത്ത വർത്താനം. നിങ്ങളെ മോൻ വിളിച്ചിട്ട് ഒരു സുഖം എനിക്ക് തന്നില്ല, ശല്യപ്പെടുത്തണം, ഭയങ്കര ശല്യം. ഒന്ന് നീച്ചുകാണ്ട് അതിന് വേണ്ടി ഗുളിക എന്തെങ്കിലും കുടിച്ചല്ലേ ആശുപത്രി പോരി. ഇങ്ങനെ കിടന്നാലും പറ്റൂലല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കാൻ ആരെന്നെ കൊണ്ട് ഇങ്ങനെ കഴിയൂല, ഒക്കെ വേറെ പണിയുണ്ട്. എനിക്കാണെങ്കിൽ സുഖസുന്ദരമായി കിടന്ന് ഇറങ്ങാനും പറ്റില്ല. ഈ കോലത്തിലാണെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് കയറി എന്താ കാട്ടുക? അതിന് മുമ്പ് തന്നെ അസുഖം വല്ല മാറ്റുക നല്ലത്. സീനത്തിൻ്റെ തനി സ്വഭാവങ്ങൾ പുറത്തു വരുന്നു. ഉമ്മാനെ അവൾ നോക്കുന്നേയില്ല. ഉമ്മ പനിച്ച് കിടക്കാണ്. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ. ഉമ്മ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. വിറച്ചിട്ട് കഴിയുന്നില്ല. കൈകാലുകൾ ആകെ കൂട്ടിമുട്ടുന്ന പോലെ. വായിൽ വെള്ളം വറ്റിയിരിക്കുന്നു. പക്ഷേ ഒരു തുള്ളി വെള്ളം ഒന്നിങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ, കുറച്ച് വെള്ളം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. പഠിച്ചോനെ. ഉമ്മ അതാ പതുക്കെ എഴുന്നേൽക്കുന്നു. അല്ലാ, കഴിയണില്ല റബ്ബേ, എനിക്ക് കഴിയണില്ല. എങ്ങനെയൊക്കെയോ അതാ ഉമ്മ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുന്നു. അടുക്കളയിലേക്ക് എത്തുന്നു. അതേ, ഇതാ ഗുളികയും വെള്ളവും. കഞ്ഞി ഇവിടെ ഉണ്ടാക്കി വെച്ചിക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കുക. കുടിച്ചിട്ട് ഗുളിക കുടിക്കുകയാണ് നല്ലത്. അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പം മോന്. കുറച്ച് വെള്ളം മതി മോളെ, കുറച്ച് വെള്ളം തന്നാളെ, വായിൽ വെള്ളം വറ്റിക്കണേ. ആ ഉമ്മ വിറച്ചുകൊണ്ട് പറയും, ഇതാ പിടിച്ചോളി. ക്ലാസ്സിലേക്ക് ചുടുവെള്ളം ഒഴിച്ചുകൊണ്ട് അവൾ അതാ ഉമ്മയുടെ നേരെ നീട്ടുന്നു. ഉമ്മയുടെ കൈ അറിയാതെ വിറക്കുന്നു. ചൂടാണെങ്കിൽ അത് കൂടുതലും. പഠിച്ചവനെ, ഉമ്മയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വിറക്കുന്നു. ഉമ്മ വായിലേക്ക് വെച്ച് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും അതതാ താഴേക്ക് വീണ് പൊട്ടുന്നു. അതിൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമായിപ്പോയി. ആ കുപ്പി ഗ്ലാസും പൊട്ടിച്ചോ. എന്തോരം കഷ്ടമാണ്. ഇത് വേഗം വാരിട്ട് പോലിട്ടാ, എന്നെ കൊണ്ട് കഴിയൂലതൊന്നും. ഇനിയിപ്പോൾ ആ കുപ്പിപ്പൊട്ടൊക്കെ വാരി വെള്ളമൊക്കെ അവിടെ മറിഞ്ഞ, അല്ലെങ്കിൽ ഞാൻ തുടക്കാനാവില്ല വിചാരിച്ച് നിൽക്കുക. എന്താണ് വേഗം വാരിട്ടാണ് നിങ്ങളത്? എന്താന്നില്ലേ, ഉമ്മയെ വല്ലാതെ അവൾ കഷ്ടപ്പെടുത്തുന്നു. ഉമ്മ വിറച്ചുകൊണ്ട്, മോളെ കയ്യിൽ നിന്ന് വഴിക്ക് പോയതാണ് എടി. വഴിക്ക് പോയത് വേഗം പെറുക്കിക്കാണേ നിങ്ങൾ. ഇതാ ചൂലുമുറം. അവൾ നേരെ അതാ ചൂലുമുറവും ഉമ്മയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പാവം വിറച്ചുകൊണ്ട് ആ ഉമ്മ പതുക്കി അത് അതിലേക്ക് വാരിയിടുന്നു. അതൊന്നും പോരാ, അങ്ങനൊന്നും മാറിക്കാണി. എന്തോ ഒരു കഷ്ടമാണിത്. ഒരു തുള്ളി വെള്ളം കൊടുത്തപ്പോൾ അതും പിടിച്ചാൽ വേനല്ല ഞങ്ങൾക്ക്. അത് എന്താന്നില്ലേ, പുറത്താക്കണല്ലേ ഇങ്ങനത്തിനൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് എന്നാൽ അതിലേറെ ഇടങ്ങാറാണ്. വേണ്ട് ആ വൃദ്ധസദനത്തിനാണ് കൊണ്ടിട്ടിക്കണമെങ്കിൽ ഒരു കാര്യം. ഇതിങ്ങനെ സുഖമില്ലാത്തതിനെങ്ങനെ നോക്കാം, എന്നെ കൊണ്ട് കഴിയൂല. അതേ, നിങ്ങൾക്ക് കഞ്ഞിയോ വെള്ളമൊക്കെ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ട് വെള്ളം തന്നപ്പോൾ നിങ്ങൾ ആ ഗ്ലാസ്സും ഇതൊക്കെയാണ് പൊട്ടിച്ചു. പിന്നെ നിങ്ങളെ വേലക്കാരല്ല കേട്ടോ ഞാൻ. ആ ഒരു രീതിയിൽ നിങ്ങളെ കാണും വേണ്ട. മോളെ എന്തൊക്കെ പറയുന്നത്. തലേ ദിവസം വരെ ഉമ്മ അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് അവളതാ ആളാകെ കോലം മാറുകയാണ്. ഉമ്മാനെ നിരന്തരം ചീത്ത പറയുകയാണ്. ഉമ്മാക്ക് ഒന്നിനും കഴിയുന്നില്ല. ഗുളിക എങ്ങനെയൊക്കെയോ ഒന്ന് കുടിക്കുവാൻ വേണ്ടി നോക്കിയപ്പോൾ ഗ്ലാസും വീണ് പൊട്ടി. അതിൻ്റെ ചീത്ത വേറെയും. എങ്ങനെയൊക്കെയോ ഉമ്മ അത് അടിച്ചു വാരി ഇടുമ്പോഴും ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അല്ലാ പഠിച്ചോനെ, ആവൂലല്ല, കൊണ്ടുപോയിക്കോ, ആവൂല. ഒന്നുകിൽ ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ മര്യാദക്ക് ആ ഒരു മരുന്നും ആ ഒരു കഞ്ഞിയൊക്കെ എടുത്ത് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക. പക്ഷേ അവൾ അതിനൊന്നും തയ്യാറായില്ല. ആ പോവണേ പോയിക്കോട്ടെ, നമുക്കിപ്പോൾ എന്താ, എനിക്കിപ്പോൾ ഇതൊരു ശല്യം തന്നെയാണ്. പക്ഷേ വീട് കഴിഞ്ഞ് കൊടുക്കാനൊന്നും ആവില്ല. ഇതിപ്പോൾ
എന്താന്ന് എനിക്കിവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു പേടിയില്ല. പെട്ടെന്ന് അതാ അവൾക്കൊരു ഫോൺ വരുന്നു. ഹലോ ബേബി. ഹായ്, ഞാൻ വിചാരിച്ചു എന്ത് വിളിക്കാത്തതെന്ന്. ഞാൻ ഒരുപാട് ടൈമായി ഇങ്ങനെ. എന്തിനാണ് ഇവിടുത്തെ ഉമ്മാക്കാണെങ്കിൽ സുഖമില്ലേ? ഒരു സുഖവും ഇല്ല. മറ്റേത് എനിക്ക് നല്ല സുഖം, ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എന്താ അങ്ങനെ കെടുക്കാൻ എനിക്ക് തീരെ ഒരു ഇതില്ല. എന്തെങ്കിലും ഒരു പാർസൽ ഫുഡ് എന്തെങ്കിലും കൊണ്ടു തരുമോ? ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ പേ തരാം. എന്തെങ്കിലും എന്നെ കൊണ്ട് വയ്യ ചോറും കറിയും കൂട്ടാനൊക്കെ വെച്ചുണ്ടാക്കാൻ. ക്യാഷ് ഉണ്ടോ? ക്യാഷ് ഡി നിൻ്റെ അടുത്തല്ലേ ക്യാഷ്? നീയല്ല പണക്കാരത്തി, എൻ്റെ ഭർത്താവില്ലേ ഗൾഫിൽ. അതൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമോ? എന്താണെന്നോ ഭയങ്കര ഇനിയിപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം. മീൻ മുറിക്കാനും ഇതിനൊന്നും എനിക്കിഷ്ടമില്ല. അതൊക്കെ എനിക്ക് മടിയാണ്. എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ? അതവിടെ കിടക്കണം മൂലക്കിൽ. അതിന് തീരെ വയ്യ. എന്തെങ്കിലുമൊക്കെ വാ. എപ്പോഴും വരിക? ഒരു 2 മണി, ഒരു 1:30 ആകുമ്പോഴത്തേനും വാട്ടെ. എനിക്ക് വിശക്കും. വേഗം ആയിക്കോട്ടെ. എന്ത് വേണ്ട? മന്തിയോ എന്തായാലും വേണ്ടില്ല. ഈ ഗൂഗിൾ പേ ചെയ്യേ. ഓക്കെ. എന്നെ ചോദിക്കാനും പറയാനൊക്കെ ഒരാളുണ്ടല്ലോ, അത് മതി, സമാധാനമായി. അല്ല നീ എന്താ ഇപ്പോൾ കഴിച്ചോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ എന്തേ വേണ്ടേ? അല്ലെങ്കിൽ രാവിലെ ചായം കടി ഉണ്ടാക്കിക്കണേ. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് കഞ്ഞിയൊക്കെ വെച്ചേക്കണേ. മൂപ്പത്തിയർക്ക് ഒന്നും പറ്റൊന്നുമില്ല. അവൾക്ക് ഈ വിറകൊക്കെ കത്തിച്ച് അടുപ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കണം. ആരാ അതിന് കിട്ടണേ? എനിക്കൊന്നും താല്പര്യമില്ല, ഇഷ്ടമില്ല കേട്ടോ. ഞാനതിന് നിന്നിട്ടുമില്ല. പിന്നെ മറക്കല്ല കേട്ടോ. എന്നാൽ ഓക്കെ, 1 മണി 1:30 ആകുമ്പോഴത്തേനും ഈ ഫുഡ് കൊണ്ടുവരും. ഓക്കെ, എന്നാൽ ശരി. പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരിക്കും ചെയ്യാം, നേരിട്ട് കാണാം. എന്താണോ? മൂപ്പത്തിയർ എണീക്കൂല, തീരെ വയ്യ, അവിടെ കിടക്കട്ടെ. ഗുളികയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, അവിടെ നിന്നോട്ടെ. നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ ഞാൻ പറഞ്ഞുള്ള പാർസൽ ഇങ്ങനെ ആൾ വന്നാണെന്ന് പറയാം. കൊറിയർ എന്തെങ്കിലും സാധനം വന്നാൽ പറയാം. ഓക്കെ, എന്നാൽ ശരി. പാവം ഉമ്മയെ ഒന്ന് നോക്കുകയോ പരിപാലിക്കുകയോ ചെയ്യാതെ അവൾ അവളുടെ ഇഷ്ടങ്ങൾ, അവളുടെ സുഖങ്ങൾ കണ്ടെത്തുന്നു. അവൾ അവളുടെ കാമുകന് വിളിക്കുന്നു. പാവം ഷെഫി ഉസ്താദ് ഇതൊന്നും അറിയുന്നേയില്ല. ഇത്രക്കും നീചിയായ മരുമകളെ അല്ലെങ്കിൽ ഭാര്യയെ ഷെഫി ഉസ്താദിന് വേണോ വേണ്ടയോ? നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കഥ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിപ്പോൾ ദുബായിൽ അല്ലൈനിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റോറിക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക പരസ്പരം. എൻ്റെ ദുആ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ഓർത്തിട്ടോ. എന്നെ കാത്തിരിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നില്ല. അവരൊക്കെ ഒരു വിട്ടു പോരുന്ന പോലെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ തോന്നിയത്. സത്യം പറഞ്ഞാൽ എല്ലാവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഇൻഷാ അല്ലാ നമുക്ക് നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെയായിരിക്കും അത്. അപ്പോൾ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെയൊക്കെ കഥ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്റ്റോറിയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ എനിക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ സ്ഥിതിഗതികൾ, കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നമ്മൾ പക്ഷെ ഒന്നും കാണുന്നില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ അതറുള്ളൂ അല്ലേ. അപ്പോൾ ഇതുപോലെ എത്രയോ ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ഒരിക്കലും രക്ഷപ്പെടൂല കേട്ടോ. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരലാണ് പതിവ്. എന്തൊക്കെ തന്നെയായാലും ഒരിക്കലും ഉമ്മമാരെ, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ഉമ്മമാരെ നമ്മൾ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കരുത്. അവരെ ചീത്ത പറയരുത്. അവരോട് നല്ല രീതിയിൽ നമ്മൾ ഒന്നും കഴിയില്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അവരോട് സംസാരിക്കുക. അതന്നെയാണ് വലിയൊരു കാര്യം തന്നെ കേട്ടോ. അവരെ ചീത്ത പറയാതിരിക്കുക. ഓലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ നോക്കുക. ഇൻഷാ അല്ലാ അവരെ സങ്കടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ വളരെയധികം സങ്കടത്തിലാണ് ഇപ്പോൾ. ഇൻഷാ അല്ലാ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഥ അവസാനിപ്പിക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ ശരി. അസ്സലാമു അലൈക്കും.